ഹായ് ഓൾ, ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എന്ത് ആഗ്രഹം ഏറ്റവും ഈസിയായി നടക്കാൻ നാം ചെയ്യേണ്ട ഈസിയായൊരു ടെക്നിക്കിനെ പറ്റിയാണ്. അത് എന്താണെങ്കിലും അത് നമുക്ക് ലഭിച്ചിരിക്കും. ഫസ്റ്റ് നമ്മൾ അത് ചിന്തിക്കണം, എന്താണെങ്കിലും അത് ലഭിച്ചിരിക്കുമെന്നുള്ള ഇമാജിനേഷൻസ് കൊടുക്കണം. ലോ ഓഫ് അസംഷൻ കോച്ച് നെവിൽ ഗോഡാർഡിൻ്റെ കോച്ചിങ്ങിൽ നിന്നാണ് ഞാനിത് ഇവിടെ പറയുന്നത്. സ്ലീപ്പി ടെക്നിക്ക് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഉറങ്ങാൻ കിടന്ന് ശരിക്കും ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുന്ന ആ ടൈമിൽ നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്ക് ലഭിച്ചിരിക്കും. ആ സമയത്ത് നമ്മൾ അത് ഒരു മയക്കത്തിലേക്ക് മയക്കത്തിൽ പോണ സമയത്ത് ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് നേടിത്തന്നിരിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വളരെ പവർ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിന് നമ്മൾ നിരന്തരം കൊടുക്കുന്ന എന്താണ് നമുക്ക് എത്തിച്ചു തരലാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളർന്നിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാലേ നമുക്ക് കാശുണ്ടാക്കാൻ കഴിയുള്ളൂ എന്നതാണ്. അത് നമ്മൾ നിരന്തരം കേട്ട് വളർന്നവരാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അതേപടി അവിടെ കോപ്പി ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ഭാവിയിൽ എത്ര വലുതായാലും നമ്മൾക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ വളരെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഫീലിംഗ് ആണ് നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിരന്തരം എന്ത് കൊടുക്കുന്നു നമ്മുടെ 3D റിയാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കണം. രണ്ടാമത് റെപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അതിന് സബ് കോൺഷ്യസ് മൈൻഡിന് പോസിറ്റീവ് ഏതെന്നോ നെഗറ്റീവ് ഏതെന്നോ തിരിച്ചറിയാനേ പാടില്ല. നമ്മൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അത് നമ്മുടെ മനസ്സിൽ ഒരു വിത്ത് പോലെ ഇട്ട് തരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഫസ്റ്റ് നമ്മുടെ ഡ്രീമിന് വളരെയധികം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഒരു ജോബാണ് വലിയൊരു ഉയർന്ന ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോബിൻ്റെ പൊസിഷൻ എവിടെയാകണം, എത്രത്തോളം ആകണം, എത്ര സാലറി വേണം, നിങ്ങളുടെ ഓഫീസ് റൂം, ഇതെല്ലാം കറക്റ്റായി ക്ലാരിറ്റിയോടെ നിങ്ങൾ എഴുതി വെക്കണം. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ ആ ഡ്രീം. റിപ്പീറ്റേഷൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഒരു ദിവസം നമ്മൾ ഇത് ടെക്നിക്ക് ചെയ്ത് രണ്ടാമത്തെ ദിവസം മടി കാരണം നമ്മൾ ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കിത് ലഭിക്കില്ല. അത് നമ്മൾ നിരന്തരം എന്താണോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് അത് നേടിത്തരികയുള്ളൂ. ഫീലിങ്സ് ഒരു വഴി മാത്രമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്ക് അത് നേടിത്തരുന്നത്. നെവിൽ ഗോഡാർഡ് പറയുന്നത് ഇമാജിനേഷൻ ഈസ് റിയാലിറ്റി. റിലാക്സായി നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ വളരെ റിലാക്സായി നമ്മൾ മനസ്സ് കാമാൻ കയറ്റായിരിക്കണം. നമ്മൾ കുറച്ച് ബ്രീത്ത് എടുത്ത് വിടുക. ബ്രീത്തിങ് നമ്മുടെ ഒരു ദീർഘനിശ്വാസം, കുറച്ച് നേരം ദീർഘനിശ്വാസം എടുത്ത് വിടുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രീത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് നേടാൻ പോകുന്ന ആ ഒരു ഡ്രീം നമ്മളൊരു ചെറിയ ഫിലിം, ഒരു മിനി ഫിലിം പോലെ അത് എൻഡ് റിസൾട്ട് വരെ നമ്മളതിനെ ഫീലിങ്ങോടുകൂടി ഇമാജിൻ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജോലി ചെയ്യുന്ന ഓഫീസും അവിടുത്തെ സ്റ്റാഫ്സ്, അവിടുത്തെ നിങ്ങളുടെ ഓഫീസ് റൂം, അവിടെ നിങ്ങളുടെ ടേബിള്, നിങ്ങളുടെ സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വീഴുന്നത്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലൊരു സൗണ്ട്, അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, അതുപോലെ നിങ്ങളവിടെ ഇരുന്ന് കുടിക്കുന്ന കോഫി, അതായത് നിങ്ങളുടെ 5th സെൻസ് ഉപയോഗിച്ച് വേണം നിങ്ങൾ ശരിക്കും ഈ ഒരു മിനി മൂവി തയ്യാറാക്കാൻ. നിങ്ങളുടെ ഡ്രീം എന്താണോ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ മിനി മൂവി വേണം നിങ്ങൾ ഇത് ഇമാജിൻ ചെയ്യാനായിട്ട്. അതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ ഹാപ്പിയായിട്ട് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ സന്തോഷം, നിങ്ങളെ അവർ കോൾ ചെയ്ത് നിങ്ങളെ അഭിനന്ദിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ അഭിനന്ദിക്കുന്നത്, നിങ്ങളുടെ സാലറി വീഴുമ്പോൾ നിങ്ങളുടെ ആ ഫീലിംഗ് എല്ലാം നിങ്ങളുടെ 5 സെൻസ് കൊണ്ട് അനുഭവിച്ച് വേണം അത് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യാനായിട്ട്. അതിനുശേഷം നിങ്ങൾ ശരിക്കും ഉറക്കത്തിലേക്ക് എത്തുന്ന ആ ഒരു തൊട്ട് മുന്നേ നിങ്ങളത് നടന്നു കഴിഞ്ഞതായി, നിങ്ങളതായി കഴിഞ്ഞു ആ ഒരു ഫീലിങ്ങിൽ നിങ്ങൾ അതവിടെ നിർത്തുക. അതിനുശേഷം നിങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക.
ഇത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞതായിട്ട് നിങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഇതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇത് എൻ്റേതാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങളത് യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. നെവിൽ ഗോഡാർഡ് പറയുന്നത് ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്നാണ്. ഫീലിംഗാണ് നമുക്കത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ അത്രയും ഫീലിങ്ങോടുകൂടി അത് നമ്മളായിക്കഴിഞ്ഞു, അത് എല്ലാ വിധത്തിലും നമ്മൾ അത് ആയിക്കഴിഞ്ഞു എന്നുള്ള ഫീലിങ്ങിൽ നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കിടന്നാൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഈ ഡ്രീം എങ്ങനെയാണ് എന്നിലേക്ക് ഇത്ര ഈസിയായി അതിനുള്ള അവസരങ്ങൾ, വഴികൾ, അതിനുള്ള ആൾക്കാരെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനായി തുറന്നു തരും. തീർച്ചയായും ഈ ടെക്നിക്ക് നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ.